നാലാം ക്ലാസ് അറബിക്കിലെ 101-ാമത്തെ പേജ്. ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഒക്കെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അബുൽ കലാം ആസാദ്. മഹാത്മാഗാന്ധി. ഉലിത മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ജനിച്ചു ഫി ഇസ്നൈനി ഒക്ടോബർ 1869 മീലാദിയ. 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിച്ചത്. ഫി പോർബന്ദർ. എവിടെ? പോർബന്ദറിൽ. വലിത മഹാത്മാഗാന്ധി. ഗാന്ധിജി ജനിച്ചു ഫി 1869 ഒക്ടോബർ 2 ഫി പോർബന്ദർ. പോർബന്ദറിൽ. പോർബന്ദർ എവിടെയാ? ഗുജറാത്തിൽ അല്ലേ. വാലിദുഹു. അദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധിയാണ്. വാലിദത്തുഹു പുത്ലിബായ്. അദ്ദേഹത്തിന്റെ വാലിദത്ത് മാതാവ് പുത്ലിബായി ആണ്. ലുഖിബബി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എന്ന് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടു. ലുഖിബ പേര് വിളിക്കപ്പെട്ടു. മഹാത്മാഗാന്ധി എന്ന് പേര് വിളിക്കപ്പെട്ടു. ഹുവ അഅ്ലമു ഉസ്സമാഇൽ ഹിന്ദ്. ഇന്ത്യയിലെ ഏറ്റവും മഹാനായ നേതാവാണ് അദ്ദേഹം. ഹുവ അദ്ദേഹം അഅ്ലമു ഉസ്സമായി ഏറ്റവും മഹാനായ നേതാവാണ് അൽ ഹിന്ദ് ഇന്ത്യയിലെ. ലഹു മുഅല്ലഫാത്തുൻ കസീറത്തുൻ. അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട്. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മിൻഹ അവയിൽപ്പെട്ടതാണ് ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം. ഇനി ജവഹർലാൽ നെഹ്റു. രണ്ടുപേരെയും കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഉലിത ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ജനിച്ചു ഫി അലഹബാദ്. അലഹബാദിൽ. ഫി 14 നവംബർ 1889 മിലാദിയ. 1889 നവംബർ 14 എവിടെ ജനിച്ചു? അലഹബാദിൽ ജനിച്ചു. ഉലിത ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ജനിച്ചു ഫി അലഹബാദ്. ഇലാഹാബാദ് അതാണ് അലഹബാദ്. അലഹബാദിൽ ജനിച്ചു 1889 നവംബർ 14. വാലിദുഹു മോട്ടിലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ പിതാവ് മോട്ടിലാൽ നെഹ്റുവാണ്. വാലിദത്തുഹു. അദ്ദേഹത്തിന്റെ മാതാവ് സ്വരൂപ് റാണി. സ്വരൂപ് റാണിയാണ്. ഹുവ അവ്വലു റഈസി വുസറാഇൽ ഹിന്ദ്. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. റഈസുൽ വുസറ പ്രധാനമന്ത്രി. അവ്വലു റഈസുൽ വുസറ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അൽ ഹിന്ദി ഇന്ത്യയിലെ. അഹബ്ബ നെഹ്റു അൽ അത്ഫാല. നെഹ്റു കുട്ടികളെ ഇഷ്ടപ്പെട്ടിരുന്നു. അഹബ്ബ നെഹ്റു ഇഷ്ടപ്പെട്ടു. അൽ അത്ഫാല കുട്ടികളെ. വലിത അതുകൊണ്ട് തന്നെ ലുഖിബ ബി ചാച്ചാജി. ചാച്ചാജി എന്ന് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടു. ചാച്ചാജി എന്ന് പറഞ്ഞാൽ എന്താണ്? എളാപ്പ എന്നൊക്കെ പറയും. നമ്മുടെ ഉപ്പയുടെ സഹോദരൻ, ഉപ്പയുടെ അനിയനാണ് ഹിന്ദിയിൽ ചാച്ചാജി എന്ന് പറയുന്നത്. ഉപ്പാന്റെ അനിയനോട് നമുക്ക് നല്ല സ്നേഹമായിരിക്കും അല്ലേ? അതേപോലെ നെഹ്റുവിനോട് കുട്ടികൾക്ക് നല്ല സ്നേഹമായതുകൊണ്ട് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ചാച്ചാജി എന്ന പേര് കിട്ടിയത്. മിൻ മുഅല്ലഫാത്തിഹി. അദ്ദേഹത്തിന്റെ രചനകളിൽപ്പെട്ടതാണ് ഇക്തിഷാഫുൽ ഹിന്ദ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം. അദ്ദേഹം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. നബ്ഹസ് വനക്തുബ്. നമുക്ക് എഴുതാം, കണ്ടെത്തി എഴുതാം. ഇവിടെ അബുൽ കലാം ആസാദിനെ കുറിച്ച് ഇവിടെ എഴുതണം. ഇവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അബുൽ കലാം ആസാദാണ്. ആരാണ് ആസാദ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാണ് അല്ലേ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ അബുൽ കലാം ആസാദിന്റെ ജനന തീയതിയാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. എപ്പോഴാണ്? 1888 നവംബർ 11. നവംബർ 11. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അൽ മക്കത്തുൽ മുക്കറമ. അലിഫ്ലാമ വേണ്ട, മക്കത്തുൽ മുക്കറമ എന്ന് പറഞ്ഞാൽ മതി. മക്ക, പരിശുദ്ധ മക്ക. അതെന്തിനാണ് മക്ക എന്നിവിടെ കൊടുത്തത്? അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്. മുഹമ്മദ് ഖൈറുദ്ദീൻ. ആരാണ് മുഹമ്മദ് ഖൈറുദ്ദീൻ? അദ്ദേഹത്തിന്റെ പിതാവാണ്. ആലിയ ബിന്ദു മുഹമ്മദ്. അതാരാണ്? അദ്ദേഹത്തിന്റെ മാതാവ്.
പിന്നെ ഔവൽ വസീരി തർബിയത്തി വത്തഅലീം, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. വസീറു തർബിയത്തി വത്തഅലീം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി. ഔവൽ വസീർ തർബിയത്തി വത്തഅലീം, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആദ്യത്തെ. ആ പ്രധാനമന്ത്രിയുടെ കൂടെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ആരുമുണ്ടായിരുന്നു? അബുൽ കലാം ആസാദ് ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തെക്കുറിച്ച് നമ്മളിവിടെ ഒരു പാരഗ്രാഫ് എഴുതണം. വലിദ അബുൽ കലാം ആസാദ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അബുൽ കലാം ആസാദ് ജനിച്ചു. എവിടെ ജനിച്ചു എന്നാണ് ഇനി എഴുതേണ്ടത്. എവിടെ ജനിച്ചത്? മക്കയിൽ, അല്ലെ? വലിദ അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് ജനിച്ചു ബി മക്കത്തൽ മുക്കറമത്തി, പരിശുദ്ധ മക്കയിൽ. ഫി 11 നവംബർ 1888 മീലാദിയ, 1888 നവംബർ 11 അദ്ദേഹം ജനിച്ചു. എവിടെ ജനിച്ചു? മക്കയിൽ ജനിച്ചു. പിന്നെയോ വാലിദുഹു, അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? മുഹമ്മദ് ഖൈറുദ്ദീൻ. വാലിദുഹു മുഹമ്മദ് ഖൈറുദ്ദീൻ. വ വാലിദത്തുഹു, മാതാവ് ആരാണ്? ആലിയ ബിന്ത് മുഹമ്മദ്, അല്ലെ? വ വാലിദത്തുഹു ആലിയ ബിന്ത് മുഹമ്മദ് എന്നും എഴുതുക. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അതും കൂടെ എഴുതാം. വഹുവ അവ്വലു വസീരി തർബിയത്തി വത്തഅലീം ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. അങ്ങനെയാണ് ഒരാളെ കുറിച്ച് നമ്മളൊരു പാരഗ്രാഫ് എഴുതുന്നത്. അതേപോലെ നമ്മൾ നുഅരിഫു അസ്തിഖാന, നമ്മുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്താം. നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് ഇവിടെ എഴുതാം. ഇസ്മു സദീഖി, എൻ്റെ കൂട്ടുകാരൻ്റെ പേര്, ഒരു പേരവിടെ വെക്കുക. ഉദാഹരണത്തിന് റാഷിദ്. ഇസ്മു സദീഖി റാഷിദ്, എൻ്റെ കൂട്ടുകാരൻ്റെ പേര് റാഷിദ് എന്നാണ്. ഉലിദ ബി കാലിക്കൂത്ത്, അവൻ കോഴിക്കോട് ജനിച്ചു. എപ്പോൾ? ഫി 11 മാരിസ് 2015 മീലാദിയ, 2015 മാർച്ച് 11. ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതിയാൽ മതി. പിന്നെ എന്തെഴുതാം? വാലിദുഹു ബഷീർ, അദ്ദേഹത്തിൻ്റെ പിതാവ് ബഷീറാണ്. വ വാലിദത്തുഹു ഖദീജ, അവൻ്റെ മാതാവ് ഖദീജയാണ്. അങ്ങനെ ഏതെങ്കിലും പേരുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരെ വെച്ച് എഴുതിയാലും മതി. ഓക്കെ. ഇനി അതേപോലെ കൂട്ടുകാരി. ഇസ്മു സദീഖത്തി, എൻ്റെ കൂട്ടുകാരിയുടെ പേരെന്താണ്? ആയിഷത്തു, എൻ്റെ കൂട്ടുകാരിയുടെ പേര് ആയിഷയാണ്. ഉലിദത്ത് ബി മലപ്പുറം, അവൾ മലപ്പുറത്ത് ജനിച്ചു. ഫി 12 ഒക്ടോബർ സനത്ത 2015 മീലാദിയ, 2015 ഒക്ടോബർ 12 ജനിച്ചു. വാലിദുഹു എന്ന് പറയാം. വാലിദുഹ എന്നാണ് പറയുക, അല്ലേ? കാരണം അവളുടെ എന്നാണ് പറയേണ്ടത്. അവൻ്റെ എന്ന് പറയാനാണ് ഹു എന്ന് പറയുന്നത്. അവളുടെ എന്ന് പറയാൻ ഹ എന്നാണ് പറയുക. വാലിദുഹ, അവളുടെ പിതാവ് നാസിറാണ്. അതേപോലെ വാലിദത്തുഹ, അവളുടെ മാതാവ് ഫാത്തിമയാണ്. അങ്ങനെ എഴുതുക. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.